എന്താണ് സഹോദരങ്ങളെ രക്ഷയുടെ വഴി? ഇതാ ഈ ഖസീദയിൽ മന്ദൂമയിൽ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് മനോഹരമായി ഈമാൻ എന്താണ് എന്ന് വിവരിച്ചിരിക്കുന്നു. ഈമാൻ എന്നത് അത് ഖൗലാണ്, അമലാണ്. സലഫുകൾ, മുൻഗാമികൾ അവരുടെ വാക്കായി വളരെ അറിയപ്പെട്ട ഒരു കാര്യമാണത്. അൽ ഈമാൻ, ഈമാൻ എന്നാൽ ഖൗലും വ അമൽ. സലഫുകളുടെ വാക്കായി ധാരാളമായി വന്നിട്ടുണ്ട്. എന്ത്? ഈമാൻ എന്നാൽ ഖൗലുൻ വ അമൽ. ഖൗലും അമലുമാണ് ഈമാൻ. എന്താണ് അവർ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ഈമാൻ എന്നാൽ വാക്കും പ്രവൃത്തിയുമാണ് എന്നാണ് ഇതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, ഖൗൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖൗലുൽ ഖൽബി വൽ ലിസാൻ. ശ്രദ്ധിക്കുക, ഖൗൽ എന്നാൽ ഖൗലുൽ ഖൽബി വൽ ലിസാൻ. അമൽ എന്നാൽ അമലുൽ ജവാരിഹ്, അഥവാ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമൽ. അതുപോലെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമൽ, ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമൽ, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമൽ. ഖൗൽ എന്ന് പറഞ്ഞാലോ, വാക്ക് എന്ന് പറഞ്ഞാൽ ഖൗലുൽ ഖൽബി വൽ ലിസാൻ, ഹൃദയത്തിൻ്റെ വാക്ക്. ഹൃദയത്തിൻ്റെ വാക്ക് എന്താണ്? ഹൃദയത്തിൻ്റെ വാക്ക് എന്നാൽ അത് വിശ്വാസമാണ്, സത്യപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞവർ. എന്താണ് ആ പറയുക എന്ന് പറഞ്ഞാൽ? വെറുതെ നാവ് കൊണ്ട് പറയാനാണോ? അല്ല, മറിച്ച് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയലാണ്. ഹൃദയത്തിൻ്റെ ഖൗൽ എന്നാൽ അത് വിശ്വസിക്കണം. ഉദാഹരണത്തിന് നോക്കൂ, ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം വ ഇസ്മാഈൽ. ആയത്ത് കേട്ടിട്ടില്ലേ? ഖൂലു, നിങ്ങൾ പറയൂ, ആമന്ന ബില്ലാഹ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വെറും നാവ് കൊണ്ട് പറയാനാണോ? അല്ല, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയാനാണ്. ഹൃദയത്തിലില്ലാതെ വെറുതെ നാവ് കൊണ്ട് പറയുന്നതിനെ ഖുർആൻ അല്ലാഹു പ്രത്യേകം പറയുന്നത് കാണാം. യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫി ഖുലൂബിഹിം. അവരവരുടെ നാവ് കൊണ്ട് പറയുന്നു ഹൃദയങ്ങളിൽ ഇല്ലാത്ത കാര്യം. ഇപ്പം നോക്കൂ, ഖുൽ ഹുവ അല്ലാഹു അഹദ്. എന്താണ് അവിടെ അർത്ഥം? നീ പറയുക അല്ലാഹു ഏകനാണ്. എങ്ങനെ പറയുക? നിന്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പറയുക. ഹൃദയം കൊണ്ടുള്ള പറയൽ എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പം നോക്കൂ, സലഫുകൾ, മുൻഗാമികൾ ഈമാനിനെ കുറിച്ച് ഖൗലുൻ വ അമൽ എന്ന് പറഞ്ഞാൽ ആ ഖൗലിൽ എന്ത് ഉൾപ്പെട്ടു? ഖൗലുൽ ഖൽബി വൽ ലിസാൻ. ഹൃദയം കൊണ്ടുള്ള ഖൗലും നാവ് കൊണ്ടുള്ള ഖൗലും. നാവ് കൊണ്ടുള്ള ഖൗൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും പറയാം. നാവ് കൊണ്ട് പറയുന്ന ഷഹാദ, ദിക്റുകൾ, ഇതൊക്കെ. ഇനി അമൽ, ഈമാൻ ഖൗലുൻ വ അമൽ. അമൽ എന്നാൽ എന്താണ്? അമലുൽ ഖൽബി വൽ ജവാരിഹ്, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും. ശ്രദ്ധിക്കുക, എന്താണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാൽ? ഹൃദയത്തിൻ്റെ അമലുകൾ എന്നാൽ അത് ഉള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക, അവനെ സ്നേഹിക്കുക, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുക, ഇതൊക്കെ അമലുകളാണ്, പ്രവർത്തനങ്ങളാണ്. എന്തിൻ്റെ പ്രവർത്തനമാണ്? ഹൃദയത്തിൻ്റെ പ്രവർത്തനം, ഖൽബിൻ്റെ പ്രവർത്തനം. പിന്നെ അമലുൽ ജവാരിഹ്, അവയവങ്ങളുടെ പ്രവർത്തനം, നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, നോമ്പെടുക്കുക, ഇങ്ങനെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം. അപ്പോൾ നോക്കൂ, സലഫുകൾ ധാരാളമായി പറഞ്ഞു അൽ ഈമാനു ഖൗലുൻ വ അമൽ. അതിൽ ഈ പറഞ്ഞതൊക്കെ ഉൾപ്പെടും. പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ അതൊന്നുകൂടി വിശദീകരിച്ചത് കാണാം. ഈമാൻ എന്നാൽ അത് തസ്ദീഖും ബിൽ ജിനാൻ വ ഖൗലുൻ ബിൽ ലിസാൻ വ അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും നാവ് കൊണ്ട് പറയലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. ഈ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സലഫുകൾ നിങ്ങൾ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹീഹ് ബുഖാരിയിൽ കാണാം, ധാരാളം മുൻഗാമികളുടെ വാക്കുകൾ ഉദ്ധരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാം സലഫുകൾ ഈമാനിനെ കുറിച്ച് എന്തു പറഞ്ഞത്? അൽ ഈമാനു ഖൗലുൻ വ അമൽ. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഖൗലുൻ വ അമൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്.